ഹായ്, ഇറ്റ്സ് മീ മെർലിൻ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊണ്ടുപോകാം കേട്ടോ. ഇന്ന് ഞങ്ങൾ പോയത് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ഇരുന്നപ്പം ബോറടിച്ചു. അങ്ങനെ ഞങ്ങളൊന്ന് പുറത്തു പോയി ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് വരാമെന്നൊക്കെ വിചാരിച്ച് പോയി കേട്ടോ. ഞങ്ങൾ പോയി ഒരു ഐലാൻഡ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചു കേട്ടോ. അതൻകൂട്ടനാണെങ്കിൽ സൊറ പറഞ്ഞ് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം ചൂടായിരുന്നു, അതിങ്ങനെ ആറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ 2 ഫ്രണ്ട്സ് വന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് ഒത്തിരി കഥകൾ പറഞ്ഞുകൊണ്ട് അതെങ്ങനെ ഇരിക്കുക കേട്ടോ. അവൻ്റെതായ തള്ളലാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവൻ്റെ ഒത്തിരി വർത്താനമൊക്കെ നമ്മൾ കേട്ടിരുന്നുണ്ടല്ലോ, ഒത്തിരി സന്തോഷമാകും കേട്ടോ. കാരണം അതുപോലത്തെ വർത്താനമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് അവൻ പറഞ്ഞു തരും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ അവരുടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവരുടെ ഫ്ലാറ്റിനടുത്ത്. സോ അവിടെ ഞങ്ങൾ ജസ്റ്റ് പോയി അതും അവരുടെ ഒപ്പം അതിനൊപ്പമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ബോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബോൾ ഇപ്പോഴെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ കാലിൽ ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമോ സാഹചര്യമൊക്കെ ആണെങ്കിൽ കളിക്കാമല്ലോ, ആദത്തിനാണേലും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും അത് എടുത്തിടുമായിരുന്നു. നമ്മൾ പാർക്കിലൊക്കെ പോകുന്ന സമയത്താണേലും അവന് കളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പയ്യെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയാണിത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് അവൻ്റേതായ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ രസമാണ് അവൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് യമ്മി എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അവന് ഇഷ്ടപ്പെട്ടു, അവന് ഭയങ്കര ഇഷ്ടമാണ് കുക്കുംബറൊക്കെ. അപ്പോൾ അങ്ങനെ അവൻ അതെല്ലാം ഇൻട്രസ്റ്റോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിത് ഇഷ്ടമായിട്ടോ. അങ്ങനെ ഓരോരോ ഫുഡ് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ഓർഡർ കൊടുത്ത് ഓരോ ഫുഡ് ഇങ്ങനെ വരും. നമ്മൾ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്യും. പുതിയതായിട്ടുള്ള നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതിയ കാര്യങ്ങൾ എന്താ പറയുക, ഫുഡൊക്കെ ആണെങ്കിലും അത് ട്രൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡിനെക്കാട്ടും എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം പല പുതിയ കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്യുക. അത് ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണമെന്നൊന്നുമില്ല, എന്നാലും കുറച്ച് അത് നമുക്ക് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനിവിടെ എത്തിയപ്പോഴാണെങ്കിലും എനിക്ക് പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഗ്രിൽഡ് ഉണ്ടായിരുന്നു ചിക്കൻ. സോ അത് എന്താ നമ്മൾ കാന്താരി ചിക്കൻ എന്നൊക്കെ പറയില്ലേ, അതുണ്ടായിരുന്നു. അത് നമ്മൾ ട്രൈ ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ജെറിൻ്റെ അഭ്യാസങ്ങൾ, ആ അഭ്യാസം ഒന്ന് ചെറുതായിട്ട് പാളിയെങ്കിലും അവൾ അതിലൊട്ടും ചമ്മാതെ പഴയപടി സ്പൂണിട്ട് കോരാൻ വേണ്ടി തുടങ്ങി. സോ ഇതാണ് ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് വിചാരിച്ച് അങ്ങനെ കോരി എടുത്തു. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദത്തിനുള്ള ജ്യൂസ് എത്തി. ആദം എവിടെ ചെന്നാലും അവന് വാട്ടർമെലൻ, അതാണ് അവൻ്റെ ഫേവറേറ്റ് സാധനം. വേറൊരു ജ്യൂസും പുള്ളിക്ക് അങ്ങനെ വലിയ പിടുത്തമില്ല, അങ്ങനെ ഇഷ്ടമില്ല. അങ്ങനെ വാട്ടർമെലനൊക്കെ കഴിച്ച് ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഈച്ചാരാണെങ്കിൽ മിൻറ്റ് ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെറിനും സൂരജും സാദാ ചായ, പാൽ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെയുള്ള ആരോ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്ന ഒരാള് അവനൊരു ജീരകമുട്ടായി, എന്നല്ല ഞാൻ പറയുക, ജീരകമുട്ടായി തന്നെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ജീരകമുട്ടായി ചായയിലിട്ടാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ് ആള്. പക്ഷെ അതിന് അപ്പ സമ്മതിച്ചില്ല. അങ്ങനെ കയറി വന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു ഇത് കേട്ടോ. പക്ഷെ അത് ഞാൻ വിചാരിച്ചു അക്വേറിയാണല്ലോ, ഇത്ര വലിയ മീനൊക്കെ അക്വേറിയത്തിൽ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഞാൻ പയ്യെ അങ്ങോട്ട് വന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹപ്രകാരം അവരുടെ അവർക്ക് ഏത് ഫിഷാണോ വേണ്ടത് സെലക്ട് ചെയ്തെടുത്ത് അത് ഗ്രില്ല് ചെയ്ത് കൊടുക്കും. അതാണ് സംഭവം എന്ന്. പക്ഷെ അതോടെ എഴുതി വെച്ചൊന്നും വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല തുടക്കത്തിൽ. കാരണം വിശപ്പ് അത്രമാത്രം ഉണ്ടായിരുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാനേ എന്നെ കൊണ്ട് സാധിച്ചുള്ളൂ. പിന്നീടാണ് ഞാനത് അറിഞ്ഞത്. കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹപ്രകാരം അവരുടെ ഇഷ്ടത്തിലുള്ള ഫിഷിനെ സെലക്ട് ചെയ്ത് അവരത് ഗ്രില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്ക്, ആ മീനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ബാക്കിയുള്ള മീനുകളെല്ലാം ഭയങ്കര സാഡാന്ന് തോന്നുന്നു. എല്ലാവരും കൂടി ഇരിക്കുന്നു. എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദം പയ്യെ പോയി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നിട്ട് ഞാനാണ് ഓടിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. സോ പപ്പ അതിനെ സമ്മതിച്ചില്ല. ഒന്ന് കയറിയിരുന്ന് അവൻ ജസ്റ്റ് എവിടെയൊക്കെ പിടിക്കുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അവരെ പയ്യെ ഇറക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ മീ, ലൈക്ക് മൈ ചാനൽ ആൻഡ് subscribe please.